ഞാൻ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ? അത് ഞങ്ങൾ താങ്കളെ ഞാനും ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരുപാട് ഫംഗ്ഷനുകളിൽ താങ്കളെ ഞാൻ അവിടെ വെച്ച് കാണാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് താങ്കളെ വ്യത്യസ്തനാക്കുന്നത് താങ്കൾ ഏതൊരു ചടങ്ങിൽ വന്നാലും വളരെ സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യരായിട്ട് അതങ്ങനെ മലയാളിക്ക് ശീലിച്ചു പോയി. തോന്നിയിട്ടുണ്ട്. മലയാളിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല മലയാളിക്ക് താങ്കളോട് പ്രത്യേകതരം ഒരു സ്നേഹവും കൂടിയുണ്ട്. ഉണ്ടായിരിക്കാം. ഉണ്ട്. താങ്ക് യു. തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ഒരു സിംപ്ലിസിറ്റി ആയിട്ട് ഒരു സിമ്പിൾ സിറ്റി എന്ന് പറയാൻ ഞാൻ എന്നും ഇങ്ങനെയാണ്. ആ. ഇപ്പം ഞാൻ അത് മാറിയാലാണ് പ്രശ്നം. ആ. ഞാൻ സിനിമയിൽ വരണ മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. അതെ. അപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെയായിട്ട് തിരിച്ച് പിന്നെ സിനിമയ്ക്ക് വേണ്ടി വേറൊരു വേഷം കിട്ടിയാൽ മോശമായിരിക്കും. അത് എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതെ. പിന്നെ എങ്ങനെയാണ് നാട്ടുകാരെ സമ്മതിക്കുക? അതെ. എനിക്ക് എൻ്റെ ഫ്രീഡമാണ് വലുത്. അതെ. അതിന് എൻ്റെ ഈ സിംപ്ലിസിറ്റിയാണ് സൗകര്യം. സൗകര്യം. അതാണ് ജനങ്ങളും പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്നത്. മലയാളികളും ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ്. താങ്കളിൽ നിന്ന് അത് വേണ്ടുവോളം പ്രേക്ഷകർക്ക് കിട്ടുന്നുള്ളതായിട്ട് നമുക്കറിയാം. താങ്കളുടെ ഓരോ റീൽസ് കാണുമ്പോഴും താങ്കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി കാണുമ്പോഴും മലയാളികൾ അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു ആളാണ് താങ്കൾ. ഇനി നമുക്ക് കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് പോയാലോ? അതായത് രാഷ്ട്രീയം എനിക്കില്ല. ഇല്ല. അപ്പം എന്നാലും ഞാൻ രാഷ്ട്രീയക്കാരനല്ല. എനിക്ക് ഒരു രാഷ്ട്രീയത്തോടും ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല. രാഷ്ട്രീയത്തിൽ ഒരുപാട് പേരുണ്ട്. എല്ലാ പാർട്ടിയുള്ളവരും എൻ്റെ സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഒരു പാർട്ടിയോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. രാഷ്ട്രീയത്തിനൊക്കെ നമ്മുടെ ഒരു പുതിയ ഗവൺമെന്റിനെ കുറിച്ച് പുതിയ ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് നാളും ഭരിക്കട്ടെ, അല്ലാണ്ട് നമ്മളെങ്ങനെ അഭിപ്രായം പറയാം. അതുപോലെ എനിക്കങ്ങനെ ഒരു അത്ഭുതവും പ്രതീക്ഷിക്കുന്ന പല ആൾക്കാർ ഈ രാഷ്ട്രീയം ഈ ഗവൺമെൻറ് വരണ മുമ്പ് എൻ്റെ ആഗസ്റ്റ് 1 പല ഡയലോഗ് എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സുകുമാരൻ മുഖ്യമന്ത്രിയായിട്ട് പ്രതിജ്ഞയായിട്ട് അയാൾ പറയണം ഒരു രാമരാജ്യവും പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു അത്ഭുതവും വിചാരിക്കേണ്ട. ഞാൻ കുറച്ച് നാൾ പുതുമയായിരിക്കും, അത് കഴിഞ്ഞാൽ ഞാനും പഴയ പോലെ ആവും. അപ്പം അതുപോലെ നമുക്കൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പ്രവൃത്തി കൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ആർക്കും എന്തും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഡെമോക്രാറ്റിക് രാജ്യമായതുകൊണ്ട് ഇവിടെ പ്രതിപക്ഷമുണ്ട്, ഭരിക്കുന്നവരുണ്ട്, ഭരണകക്ഷിയിൽ തന്നെ പല ആറ്റിറ്റ്യൂഡുള്ളവരുണ്ട്. എല്ലാവരും യോജിച്ചു പോയാൽ നല്ലത്. ഓക്കെ. താങ്കളുടെ പണ്ട് മുതലേ രാഷ്ട്രീയത്തിൽ വലിയധികം ഇൻവോൾവ് അല്ല താങ്കൾ? ഇല്ല. ഞാൻ രാഷ്ട്രീയമായിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് രാഷ്ട്രീയത്തിൽ. പക്ഷെ എനിക്കങ്ങനെ ഒരു പാർട്ടിയോടും പ്രത്യേകിച്ച് അടുപ്പമോ അകലമോ ഇല്ല. ഓക്കെ. ഈ രാഷ്ട്രീയ ബന്ധങ്ങളിലെ സുഹൃത്തുക്കൾ സിനിമ മേഖലയായിട്ട് താങ്കളെ സഹായിക്കുന്നവരായിട്ട് ഉണ്ടോ? സിനിമാ മേഖലയായിട്ട് രാഷ്ട്രീയത്തിലെ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവർ സിനിമാ മേഖലയായിട്ട് താങ്കളെ സഹായിക്കുന്ന സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കളുണ്ട്? സുഹൃത്തുക്കളോ? എങ്ങനെ സഹായിക്കുന്നത്? രാഷ്ട്രീയപരമായി സഹായിക്കുന്ന സുഹൃത്തുക്കൾ ഇല്ല. എന്നോട് അങ്ങനെ ആരും ഒരു സഹായം ചോദിച്ചിട്ടില്ല ഇന്നുവരെ. ചോദിച്ചിട്ടില്ല. ഓക്കെ. താങ്കളുടെ യഥാർത്ഥ ജനിച്ച സ്ഥലം കേരളത്തിൽ? എറണാകുളം. ഈ എറണാകുളം തന്നെ ജനിച്ചു. ഈ സ്കൂളിൽ നേരെ കാണുന്ന സ്കൂളാണ് ഞാൻ പഠിച്ചത്. അതെ. പക്ഷെ താങ്കളുടെ സിനിമകളെല്ലാം എറണാകുളത്തിന് പുറത്താണല്ലോ ഷൂട്ടിംഗ് നടക്കുന്നത്. എറണാകുളത്താണ്. ഏത്? താങ്കൾ കഥ എഴുതുന്ന സിനിമകളെല്ലാം ഭൂരിഭാഗവും എറണാകുളത്താണ്. ഓക്കെ. അപൂർവം ട്രിവാൻഡ്രം, കോഴിക്കോട്, കണ്ണൂരൊക്കെ നടന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് എറണാകുളത്ത് തന്നെ. ഏറ്റവും അവസാനം ചെയ്ത പടം? ഏറ്റവും അവസാനം താങ്കൾ ഒരു ഡയറക്റ്റ് ചെയ്ത ഒരു പടം? ഡയറക്റ്റ് ചെയ്ത പടം സീക്രട്ട് എന്നൊരു പടമായിരുന്നു, ധ്യാൻ ശ്രീനിവാസൻ്റെ. അത് ഷൂട്ട് ചെയ്തത് എറണാകുളത്ത് തന്നെ. എറണാകുളത്താണ്. അതിന് മുമ്പ് CBFI അത് ഷൂട്ട് ചെയ്തത് എറണാകുളത്ത് തന്നെ. സീക്രട്ട് എന്ന് പറയുന്ന ആ ഒരു സിനിമ ലൊക്കേഷനെ കുറിച്ചൊന്ന് പറയാമോ? സീക്രട്ട് എന്ന് പറഞ്ഞത് ഞാൻ വളരെ ഡിഫറൻ്റായ ഒരു വിഷയം, ഒരു മെസ്സേജ് പോലെ പറയാൻ ആഗ്രഹിച്ച. പക്ഷെ അത് ഒരുപക്ഷെ അത് വേണ്ട വിധത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടാവാം. അതെന്തോ അത് വേണ്ട വിജയം കൈവരിച്ചില്ല. പക്ഷെ നല്ല പടമായിരുന്നു. പക്ഷെ എന്തോ വേണ്ടുന്ന ഒരു ഇത് പല കാരണമുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. പ്രേക്ഷകർ അംഗീകരിക്കാൻ കുറച്ച് ഇത് വന്നു. പക്ഷേ അത് മറ്റേ TV-യിലും ഇതിലൊക്കെ വന്നപ്പോൾ, യൂട്യൂബിലൊക്കെ വന്നപ്പോൾ ഭയങ്കര പ്രേക്ഷകരായിരുന്നു. ഓക്കെ. തിയേറ്ററിൽ മാത്രമാണ് 12 ലക്ഷം പേരൊക്കെയാണ് യൂട്യൂബിൽ കണ്ടത് ആ പടം. അതുപോലെ ഏതാണ്ട് 10 ലക്ഷം പേര് കൂടുതൽ മനോരമയിൽ കണ്ടു. അപ്പോൾ അത് ശരിക്കും പടം ബിസിനസ്സായി അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അതൊക്കെ ആദ്യം നമ്മൾ ബിസിനസ് ചെയ്യുന്ന വലിയ ഇരിക്കുമല്ലോ. ഓക്കെ.
താങ്കൾ ഇത് ഈ സീക്രട്ട് എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് കുറേ നാൾ കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ച്? അല്ല, അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാലും എത്തണം നിർബന്ധമൊന്നുമില്ല. ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണല്ലോ ഒരു വസ്തുവിന് അർത്ഥം ഉണ്ടാവണം. അതെ അതെ. ഞാനങ്ങനെ ആഗ്രഹിച്ചു, അത് എന്തുകൊണ്ടോ വേണ്ട വിധത്തിൽ അത് ഉദ്ദേശിച്ച പോലെ ആയില്ല. ആയില്ല. ചിലപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. അതെ അതെ അതെ. ഞാനും കൂടി വന്നിരുന്ന ഒരു ഫംഗ്ഷനിൽ താങ്കളുടെ 1-2 സിനിമ ഒരാൾ അനൗൺസ്മെന്റ് ചെയ്തതായിട്ട്, 1-2 സിനിമ താങ്കളുടെ ഒരു പുതിയ സിനിമ ഞാനും കൂടി ഉണ്ടായിരുന്ന ഒരു ഫംഗ്ഷനിൽ അനൗൺസ്മെന്റ് ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതായത് നമ്മുടെ CH മുഹമ്മദ് എന്ന് പറയുന്ന ഏത് സിനിമ? ഏതോ ഒരു സിനിമ അനൗൺസ്മെന്റ് ആയതായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞു. ഏതോ ഒരു ഫംഗ്ഷനിൽ അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇല്ല, എൻ്റെ അറിവില്ല. ഇല്ല. അപ്പം അത് ഞാൻ അറിയാതെ എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായിട്ടും. താങ്കളുടെ ഈ യാത്രാ അനുഭവങ്ങളെ കുറിച്ചൊന്നും പറയാമോ? യാത്ര ചെയ്യുന്ന ആളാണ് ഇഷ്ടം? യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ട്രാഫിക്കിൻ്റെയൊക്കെ പ്രശ്നം കാരണം കുറച്ച് കുറവാണ്. ഓക്കെ. ഭക്ഷണം വെജിറ്റേറിയൻ? പിന്നെ പണ്ടത്തെ പോലെ നമുക്ക് ഇപ്പോൾ മദ്രാസിൽ പോകണ്ടല്ലോ. പണ്ട് എപ്പോഴും മദ്രാസിൽ പോകേണ്ടി വരുന്നു സിനിമയുടെ. ഇപ്പം അതിൻ്റെ കുറേ വർഷങ്ങളായിട്ട് എല്ലാം കേരളത്തിൽ തന്നെ, ഇപ്പം പ്രത്യേകിച്ച് എല്ലാം എറണാകുളത്ത് തന്നെ. അതെ. ഭക്ഷണം എങ്ങനെയാണ്? വെജിറ്റേറിയൻ ആണോ ഭക്ഷണം? വെജിറ്റേറിയൻ, ഫുള്ള് വെജിറ്റേറിയൻ പണ്ട് മുതലേ? പാചകം ഇവിടെ തന്നെയാണോ അതോ പുറത്ത്? അത് മാത്രമേ ഉള്ളൂ. അല്ല, പാചകം ഇവിടെ തന്നെയാണോ? ഇല്ല, അത് വീട്ടിൽ. എൻ്റെ വീട്ടിൽ, എൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ രവിപുരത്തല്ലേ. രവിപുരം. വീട്ടിലാരൊക്കെ ഉണ്ട് ഇപ്പോൾ? വീട്ടിൽ അമ്മയുണ്ട്, എൻ്റെ വൈഫ്, കുട്ടികളൊക്കെ? എൻ്റെ മോനും മോളും. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സാറിൻ്റെ പ്രൊജക്റ്റുമായിട്ട് എങ്ങോട്ടത്തേക്കുള്ളൊരു യാത്രയാണ് പ്രതീക്ഷിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്ര? ഈ കേരളത്തിൽ? അങ്ങനെയില്ല. അങ്ങനെയില്ല. ഓക്കെ. അത് പ്രോജക്റ്റ് തീർന്ന് അത് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയാൽ ഞാൻ പുറത്തു പറയും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് ഉപകാരവും ഉണ്ട് ഉപദ്രവവും ഉള്ളതുപോലെയാണ് ഇപ്പോൾ താങ്കളോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നാൻ കഴിയുന്നത്. കാര്യം CBIയുടെ 6ാം ഭാഗം വരുന്നു സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ താങ്കളോട് നേരിട്ട് ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ അതെ, ഈ ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അല്ലേ? അറിയാം. താങ്കളെ എനിക്കറിയാം. പിന്നെ ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു അനൗൺസ്മെന്റ് കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മീഡിയയിൽ ഒരു അനൗൺസ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാനും പുകഴ്ത്തി പറയാനും താഴ്ത്തി പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പം നമ്മളെല്ലാത്തിനും ഉത്തരം പറയാൻ നമുക്ക് അതിന് സമയം ഉണ്ടാവും. അപ്പം അത് കാരണം അത് എന്നെ ഞാൻ കൊടുക്കാത്ത വാർത്തയും ഞാൻ ബന്ധമില്ലാത്ത വാർത്തയായതുകൊണ്ടും അത് എന്നെ ഇപ്പം ബാധിക്കാത്ത കാര്യമായതുകൊണ്ടും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയില്ല. കാരണം അത് ഒരാളുടെ പ്രോജക്റ്റ് അല്ല. വരട്ടെ, സമയം വരട്ടെ. എല്ലാം താങ്കളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നന്നായി നടക്കട്ടെ. എന്തായാലും മീഡിയ 7 വേണ്ടി ചാറ്റ് എന്ന പരിപാടിയിലേക്ക് SN സ്വാമി സാറിൻ്റെ സമയവും എല്ലാം മാറ്റിവെച്ച് നമ്മളോടൊപ്പം കുറച്ചു നേരം സംസാരിക്കാനായിട്ട് വന്നതിൽ താങ്കൾക്ക് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.